പ്രിയപ്പെട്ടവരെ, മേലടി സബ് ജില്ലാ കലോത്സവം 5-ാം തീയതി തുടങ്ങിയതാണ്. നാളെയാണ് ഇത് സമാപിക്കുന്നത്. അപ്പോൾ ഊട്ടുപുരയുടെ ചുമതലയാണ് ഞങ്ങൾക്കെല്ലാം തന്നെ ഉള്ളത്. അപ്പോൾ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാം തന്നെ ചുമതല. അതിനനുസരിച്ച് തന്നെ ഇന്നലെയും മെനയാന്നുമായി ഭക്ഷണം കൊടുത്തു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒന്നാമത്തെ ദിവസം ഏകദേശം 2300ഓളം പേർക്കുള്ള വെജിറ്റബിൾ ബിരിയാണിയാണ് ഞങ്ങൾ ഉച്ചഭക്ഷണമായി കൊടുത്തിട്ടുള്ളത്. അതുപോലെ ചായ കൊടുത്തിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലും ചായ കൊടുത്തു. അങ്ങനെ ഒന്നാമത്തെ ദിവസം വലിയ കുഴപ്പമില്ലാതെ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ 4000 പേർക്കുള്ള ഭക്ഷണമാണ്. ചിക്കൻ കറിയും അതുപോലെ മറ്റു പച്ചക്കറികളൊക്കെ ആയിട്ടുള്ള വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് നമ്മൾ ഇന്നലെയും കൊടുത്തിട്ടുള്ളത്. രാവിലെ ചപ്പാത്തിയും അതുപോലെ കുറുമക്കറിയുമാണ് നമ്മൾ ഇന്നലെ രാവിലെ കൊടുത്തിട്ടുള്ളത്. വൈകുന്നേരം ഉണ്ണിയപ്പവും ചായയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇന്നാണെങ്കിൽ 4000 പേർക്കുള്ള സാമ്പാർ, അതുപോലെ മീൻകറി, മറ്റു വിഭവങ്ങളൊക്കെ തന്നെ ഉണ്ട്. 4000 പേർക്കുള്ള ഭക്ഷണമാണ്. രാത്രിയും നമ്മൾ ഇന്ന് ഭക്ഷണം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നാളെ 4000ഓളം പേർ വരുന്ന ആളുകൾക്കുള്ള ബിരിയാണിയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതുപോലെ വൈകുന്നേരം ചായയുണ്ട്. രാവിലെ വെള്ളാപ്പവും കറിയാണ്. അങ്ങനെ മൊത്തത്തിൽ വലിയ കുഴപ്പമില്ലാതെ മറ്റ് സബ് ജില്ലയിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായി വിഭവസമൃദ്ധമായ സദ്യയാണ് ഞങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായമാണ് ഞങ്ങൾക്ക് പൊതുവേ ഉള്ളത്. എന്തായാലും അത് മറ്റ് സംഘാടകരൊക്കെയാണ്, അതിൻ്റെ മറ്റുള്ള ആളുകളാണ് പറയേണ്ടത്. ഭക്ഷണം കഴിച്ച ആളുകളും അവരൊക്കെയാണ് പറയേണ്ടത്. എന്തായാലും ഇതിനോട് വലിയൊരു സഹകരണമാണ്. നാട്ടിലെ ജനങ്ങൾ മൊത്തത്തിൽ ഈ ഒരു പ്രവർത്തനം ഏറ്റെടുത്തിട്ടുണ്ട്. കുടുംബശ്രീ പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, മൊത്തത്തിൽ നമ്മുടെ സ്ത്രീ ആളുകൾ, വനിതാ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് വലിയ ഒരു സപ്പോർട്ട്. നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സവമാക്കി ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണത് പൊതുവെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ സബ് ജില്ലാ കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ പ്രഭാത ഭക്ഷണം വളരെ മികച്ച രീതിയിൽ തന്നെ ഇന്നലെ നമ്മൾ ചപ്പാത്തിയും കറിയുമാണ് രാവിലത്തെ ഭക്ഷണമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഇഡ്ഡലി, സാമ്പാർ, അതുപോലെ ചട്നി. നാളെ നമ്മൾ പ്രഭാത ഭക്ഷണമായിട്ട് വെള്ളപ്പവും കുറുമക്കറിയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതുവരെ കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ഈ രൂപത്തിലുള്ള പ്രഭാത ഭക്ഷണം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പൊതുവെ ആളുകളുടെ അഭിപ്രായം. അതുപോലെ തന്നെ നമ്മളെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചു പോകുന്ന ആളുകൾ നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുള്ള അഭിപ്രായം എഴുതാനുള്ള പുസ്തകത്തിൽ വളരെ മികച്ച ഒരു അഭിപ്രായം പോലും നമുക്ക് മോശമായി എന്നുള്ള രൂപത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അധ്യാപക സംഘടനയായ KSTയുടെ നേതൃത്വത്തിലുള്ള അധ്യാപകരാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ പ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാട്ടിലെ മുഴുവൻ വനിതാ കൂട്ടായ്മയുടെ ആളുകളും നമുക്ക് സജീവമായി തന്നെ രംഗത്തുണ്ട്. പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങൾ പൂർണ്ണമായി നമ്മളെ പ്രകൃതിക്ക് അനുയോജ്യമായ രൂപത്തിലുള്ള സജ്ജീകരണമാണ് നടത്തിയിട്ടുള്ളത്. സ്റ്റീൽ പ്ലേറ്റും സ്റ്റീൽ ഗ്ലാസും ഉപയോഗിച്ചുകൊണ്ടാണ്. ആ സ്റ്റീൽ പ്ലേറ്റും ഗ്ലാസും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് തന്നെ ചൂടുവെള്ളത്തിൽ ഉൾപ്പെടെ കഴുകിക്കൊണ്ട് വളരെ ഹൈജീനിക് ആയ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഈ വിതരണത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്നലെ 4000-ത്തിലധികം ആളുകൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ഒരു സമയത്ത് പോലും കുട്ടികൾ ക്യൂ നിന്നുകൊണ്ട് മുഷിയേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിട്ട് കണക്കാക്കുകയാണ്. സാധാരണ ഉണ്ടാവാത്ത രൂപത്തിൽ നമുക്ക് അത്തരത്തിലുള്ള കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു ക്യൂ സിസ്റ്റം ഈ 2 ദിവസമായിട്ട് പോലും നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്.